നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 97 സർഗത്തിലെ 22 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 23 തുടങ്ങി 31 വരെയുള്ള ശ്ലോകങ്ങൾ എന്നുവെച്ചല്ല പാരായണം ചെയ്യാം. തൊണ്ണൂറ്റിയേഴാം സർഗത്തിലെ 23ാമത്തെ ശ്ലോകം. ഇമാം ചാപ്യേഷ വൈദേഹീം അത്യന്തസുഖസേവിനിം പിതാ മേ രാഘവ ശ്രീമാൻ വനാദാദായ യാസ്യതി. ഏതൗ തൗ സംപ്രകാശേതേ ഗോത്രവന്തൗ മനോരമൗ വായുവേഗസമൗ വീരൗ യവനൗ തുരഗോത്തമൗ. സ ഏഷ സുമഹാകായ കമ്പതേ വാഹിനീ മുഖേ നാഗശത്രുഞ്ജയോ നാമ വൃദ്ധസ്താതസ്യ ധീമതഃ. ന തു പശ്യാമി തച്ഛത്രം പാണ്ഡുരം ലോകവിശ്രുതം പിതുർദിവ്യം മഹാഭാഗ സംശയോ ഭവതീഹ മേ. വൃക്ഷാഗ്രാദവരോഹത്വം കുരു ലക്ഷ്മണമധ്വജഃ ഇതീവ രാമോ ധർമാത്മാ സൗമിത്രിം തമുവാചഃ. അവതീര്യതു ശാലാഗ്രാദ തസ്മാത് സസമിതിം ജയഃ ലക്ഷ്മണ പ്രാഞ്ജലിർഭൂത്വാ തസ്ഥൗ രാമസ്യ പാർശ്വതഃ. ഭരതേനാഥ സന്ദിഷ്ട സമ്മർദ്ദോ ന ഭവേദിതി സമന്താത് തസ്യ ശൈലസ്യ സേനാവാസമകൽപ്പയത്. അധ്യർത്ഥമിക്ഷ്വാകുചമൂർയോജനം പർവതസ്യ പാർശ്വേ ന്യവിശദാവൃത്യ ഗജാവാഹിനരാകുലാം. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അധ്യർത്ഥമിക്ഷ്വാകുചമൂർയോജനം പർവതസ്യ പാർശ്വേ നിവിശദാവൃത്യ ഗജവാജിനരാകുലാം. സചിത്രകൂടേ ഭരതേന സേന ധർമ്മം പുരസ്കൃത്യ വിധൂയ ദർപ്പം പ്രസാദനാർത്ഥം രഘുനന്ദസ്യ വിരോചതേ നീതിമതാ പ്രണീത. രാമലക്ഷ്മണന്മാർ താമസിക്കുന്ന പർണശാലയ്ക്ക് സമീപം അവർ ഒരു കുടിൽ കെട്ടി താമസിക്കുകയാണല്ലോ. വൻകാനനത്തിൽ സമീപം ഭയങ്കര ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ടു. കുതിരക്കുളമ്പടിയും ആന അലറുന്നതും സേനകൾ ഒച്ചവെക്കുന്നതിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് ലക്ഷ്മണൻ ഒരു സാലവൃക്ഷത്തിൽ കയറി നോക്കുകയാണ് ആരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി ഭരതനും
സേനയുമൊക്കെയാണ് വന്നിരിക്കുന്നത്. വൻപടയോടുകൂടി വലിയ സന്നാഹത്തോടുകൂടി വന്നിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് തങ്ങളെ ആക്രമിക്കാൻ വന്നതാണെന്ന് ലക്ഷ്മണൻ രാമനെ അറിയിക്കുന്നു. പക്ഷേ ലക്ഷ്മണൻ ഭരതൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണെന്നും തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്നും പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ ലജ്ജ കൊണ്ട് ചൂളിപ്പോകുന്നു. ഇപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ദശരഥ മഹാരാജാവ് തന്നെ വന്ന പോലെയുള്ള ഒരു ഐശ്വര്യവും പ്രഭയുമൊക്കെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് രാജാവ് തന്നെ നമ്മളെ കാണാൻ, ദശരഥ മഹാരാജാവ് തന്നെ കാണാൻ എഴുന്നള്ളിയതാണോ എന്ന് സംശയിക്കുന്നു എന്ന് രാമനെ അറിയിക്കുന്നു. ഏതായാലും ശ്രീരാമൻ ലക്ഷ്മണനോട് മരത്തിൽ നിന്ന് ഇറങ്ങി ശാന്തനായിരിക്കാൻ പിന്നെയും ഉപദേശിക്കുകയാണ്. 97-ാം സർഗത്തിലെ 23-ാമത്തെ ശ്ലോകം. ഇമാം ചാപ്യേഷ വൈദേഹീം അത്യന്തസുഖസേവിനിം പിതാ മേ രാഘവ ശ്രീമാൻ വനാദാദായ യാസ്യതി. ശ്രീമാനായ പിതാവ് അത്യന്ത സുഖത്തിൽ കഴിഞ്ഞവളായ ഈ വൈദേഹിയെ വനത്തിൽ നിന്നും തിരികെ കൊണ്ടുപോയേക്കാം. ശ്ലോകം 24. ഏതൗ തൗ സംപ്രകാശേതേ ഗോത്രവന്തൗ മനോരമൗ വായുവേഗസമൗ വീരൗ യവനൗ തുരഗോത്തമൗ. ഇതാ കാറ്റിൻ്റെ വേഗത്തിൽ പായുന്ന നല്ല ജനുസിൽപ്പെട്ട 2 കുതിരകളെ കാണുന്നുണ്ട്. ശ്ലോകം 25. സ യേഷ സുമഹാകായ കമ്പതേ വാഹിനി മുഖേ നാഗശത്രുഞ്ജയോ നാമ വൃത്തസ്തസ്യ ധീമതഃ. സൈന്യത്തിൻ്റെ മുന്നിൽ തന്നെ അതാ ധീമാനും ജ്ഞാനവൃദ്ധനുമായ അച്ഛൻ്റെ ശത്രുഞ്ജയമെന്ന വലിയ കൊമ്പനാനയെ കാണുന്നുണ്ട്. ശ്ലോകം 26. നതു പശ്യാമി തച്ഛത്രം പാണ്ഡുരം ലോകവിശ്രുതം പിതുർദിവ്യം മഹാഭാഗ സംശയോ ഭവതീഹമേ. എന്നാൽ പിതാവിൻ്റെ ലോകവിശ്രുതമായ ആ വെൺകൊറ്റക്കുട കാണുന്നില്ലല്ലോ. മഹാഭാഗ, ഞാൻ വല്ലാതെ ആശങ്കപ്പെടുന്നു. വൃക്ഷാഗ്രാദവരോഹത്വം കുരു ലക്ഷ്മണമധ്വജഃ ഇതീവരാബോധർമാത്മാ സൗമിത്രിം തമുവാചഃ. ശ്ലോകം 27-ൻ്റെ അർത്ഥം. ഭവാൻ വേഗത്തിൽ വൃക്ഷാഗ്രത്തിൽ നിന്നിറങ്ങുക, ഞാൻ പറഞ്ഞത് ചെയ്യുക. ഇപ്രകാരം ധർമാത്മാവായ രാമൻ സൗമിത്രിയോട് പറഞ്ഞു. ഇപ്പോഴും ലക്ഷ്മണൻ ആ വൃക്ഷത്തിൽ കയറി ചുറ്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 28. അവതീര്യതു ശാലാഗ്രാദ തസ്മാത് സമിതിം ജയഃ ലക്ഷ്മണ പ്രാഞ്ജലിർഭൂത്വാ തസ്തൗ രാമസ്യ പാർശ്വതഃ. ശാലാഗ്രത്തിൽ നിന്നിറങ്ങി ജയശാലിയായ ലക്ഷ്മണൻ കൈകൾ കൂപ്പി രാമൻ്റെ അരികിൽ നിന്നു. ശ്ലോകം 29. ഭരതേനാഥ സന്ദിഷ്ട സമ്മർദ്ദോ ന ഭവേദിതി സമന്താത്തസ്യ ശൈലസ്യ സേനാവാസമകൽപ്പയത്. ആശ്രമപ്രദേശത്ത് ഉപദ്രവം വരരുതെന്ന് കരുതി ഭരതൻ പർവ്വതത്തിൻ്റെ ചുറ്റുമായി നിലയുറപ്പിക്കാൻ സൈന്യത്തോട് ആജ്ഞാപിച്ചു. ബഹളമൊന്നും ഉണ്ടാക്കാതെ ശാന്തരായ അവിടെ നിലയുറപ്പിക്കാൻ സൈന്യത്തോട് ആജ്ഞ കൊടുത്തു. ശ്ലോകം 30. അധ്യർത്ഥമിക്ഷ്വാകുചമൂർയോജനം പർവ്വതസ്യ പാർശ്വേ നിവിശദാവൃത്യ ഗജാവാജിനരാകുലാം. മലയ്ക്കടുത്ത 1.5 യോജനയോളം രഥഗജതുരകങ്ങൾ നിറഞ്ഞ ആ സൈന്യം പരന്ന് കിടന്നു.
97-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 31-ാമത്തെ ശ്ലോകം. സാ ചിത്രകൂടേ ഭരതേന സേന ധർമ്മം പുരസ്കൃത്യ വിധൂയ ദർപ്പം പ്രസാദനാർത്ഥം രഘുനന്ദനസ്യ വിരോചതേ നീതിമതാ പ്രണീത. നീതിമാനായ ഭരതൻ്റെ ആജ്ഞയാൽ ആ സേന ധർമ്മം മുൻനിർത്തി അടങ്ങി ഒതുങ്ങി ശ്രീരാമനെ പ്രീതിപ്പെടുത്തുന്നതിനായി നിറഞ്ഞ മനസ്സോടെ കാത്തുനിന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.